നമസ്കാരം. ഒരു കപ്പ് വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം കാണാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വേഗത്തിൽ. പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളോട് നിലപാട് കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രതിഷേധങ്ങൾ കാര്യമാക്കുന്നില്ല, ഭിന്നാഭിപ്രായങ്ങൾ ഉള്ളവരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും ഗവർണർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോലീസ്. തീരുമാനം കണ്ണൂരിലെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ. ചരിത്ര കോൺഗ്രസ് വേദിയിലെ പ്രതിഷേധത്തിൽ അന്വേഷണം തുടരുന്നു. പ്രോട്ടോകോൾ ലംഘന പരാതിയിലും അന്വേഷണം. ക്യാമ്പസിലുണ്ടായ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ജാമിയ മിലിയ വിദ്യാർത്ഥികൾ. ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ച് അതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യം. മഹാരാഷ്ട്ര മന്ത്രിസഭാ വികസനം ഇന്ന്. എൻസിപി നേതാവ് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിൽ നിന്ന് അശോക് ചവാനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. കൊടും തണുപ്പിൽ വിറച്ച് ഉത്തരേന്ത്യ. അതിതീവ്ര ശൈത്യം തുടരുന്ന ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം. ജനുവരി 3 വരെ കൊടും തണുപ്പ് തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഉത്തരേന്ത്യയിൽ ട്രെയിൻ, റോഡ്, വിമാന സർവീസുകൾ താളം തെറ്റി. മരട് ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ ഇന്ന് എറണാകുളത്തെത്തും. അങ്കമാലി ചുള്ളിയിലെ ഗോഡൌണിൽ സൂക്ഷിക്കും. ഫ്ളാറ്റുകൾ പൊളിക്കാൻ എത്തിക്കുന്നത് 1600 കിലോ സ്ഫോടക വസ്തുക്കൾ. ഫ്ളാറ്റ് പൊളിക്കൽ ജനുവരി 11, 12 തീയതികളിൽ. ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. തീർത്ഥാടന സമ്മേളനം രാവിലെ 10-ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധ്യക്ഷത വഹിക്കും. തീർത്ഥാടകർക്ക് ശിവഗിരിയിലെത്താൻ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങൾ. അഴിമതി കേസിൽ കർഷക കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് MS അനിലിനെതിരെ കേസ്. കേസെടുത്തത് മാരായിമുട്ടം പോലീസ്. നടപടി അനിൽ പ്രസിഡന്റായ സഹകരണ ബാങ്കിൽ 33 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായുള്ള കണ്ടെത്തലിനെ തുടർന്ന്. വാർത്തകൾ നോക്കാം. ഇന്നലത്തെ പാതിരാവ് സംസ്ഥാനം തികച്ചും വേറിട്ട ഒരു മുന്നേറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. രാത്രിയിൽ പൊതുയിടം എന്റേതും എന്ന മുദ്രാവാക്യവുമായി സ്ത്രീകൾ നഗരനിരത്തുകളിലിറങ്ങി. രാത്രി 11 മുതൽ പുലർച്ചെ 1 മണിവരെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പട്ടണങ്ങളിൽ സ്ത്രീകൾ നടക്കാനിറങ്ങിയത്. നിർഭയ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. വനിതാ ശിശുക്ഷേമ വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി പ്രമുഖർ രാത്രിയെ പകലാക്കി നടക്കാനെത്തി. നൂറിടങ്ങളിൽ രാത്രി നടത്തം സംഘടിപ്പിക്കാനായിരുന്നു വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പദ്ധതി. കൂടുതൽ നഗരസഭകളും പഞ്ചായത്തുകളും രംഗത്തു വന്നതോടെ 280 ഇടങ്ങളിലാണ് പരിപാടി നടന്നത്. വളരെ ആവേശത്തോടെയായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തവരുടെ പ്രതികരണം. അവൾ മാത്രമല്ല ഇരയെന്ന് സകുടുംബം അറിയുക. വ്യക്തിപരമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെങ്കിലും ഇനി വരുന്ന തലമുറ കുറച്ച് സേഫായി ഇരിക്കുക, അവരെ ഒന്ന് ബോധവൽക്കരിക്കുക. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, ആരെയാണ് ഭയപ്പെടുന്നത്? നമുക്ക് ഏത് പാതിരാത്രിയിലും ഏത് പകലും നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സഞ്ചരിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ളൊരു നാടാണ് നമ്മുടെ നാട്. അവിടെ എന്തിനാണ്, ആരെയാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ഭയമാണ് പലപ്പോഴും പലരും മുതലെടുക്കുന്നത്. ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു വ്യക്തി ആക്രമിക്കുന്നോ അല്ലയോ എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് നേരെ നേടുന്ന ഒരു തുറിച്ചുനോട്ടാണെങ്കിലും ഒരു കമന്റ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ആത്മവിശ്വാസത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ എനിക്കെന്നല്ല, ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഓഫീസിലേക്കുള്ള മിക്ക സ്ത്രീകളും ഇത് പങ്കുവച്ചിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ നടക്കാൻ കഴിഞ്ഞതിൽ. ഇതുപോലെ ഞങ്ങൾക്ക് ഇതുവരെ നടക്കാൻ അവസരം കിട്ടിയിട്ടില്ല. രാത്രി ഒരു 10 മണിക്ക് ഉള്ളിൽ വീട്ടിൽ കയറേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ സ്ത്രീകൾ എല്ലാവരും ഇവിടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഇന്ന് 11 മണി തൊട്ട് 1 മണി വരെ നടക്കാൻ കിട്ടിയ അവസരം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയൊരു ഫീലാണ് ഇപ്പോൾ തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കും നമ്മുടേതായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അത് സമ്മതിക്കത്തില്ല. നമ്മളുടെ അവകാശങ്ങളാണത്.
അത് ജനിച്ചാലും ഒരിക്കൽ മരണമുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പോകണം എന്നുള്ള ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഈ ഒരു സന്ദേശം നല്ല രീതിയിൽ ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ, പ്രത്യേകിച്ച് കൊച്ചി വളരുമ്പോൾ ഒരു വലിയ നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, സ്ത്രീകൾക്കും മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള പുറം രാജ്യങ്ങളിലൊക്കെ കാണും പോലെ തന്നെ ഏത് സമയത്തിലും പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവട്ടെ. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് ഉടനെ സംരക്ഷണത്തിനുള്ള ഏജൻസികൾ എത്തണം. ഇതാണ് നമ്മുടെ ആവശ്യം യഥാർത്ഥത്തിൽ. തിരുവനന്തപുരത്ത് മാനവീയം വീതിയിലായിരുന്നു രാത്രിയിൽ പൊതു ഇടം എന്റെയും എന്ന പരിപാടി. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ TV അനുപമ, നിർഭയ സെൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ സബീന എന്നിവർ നേതൃത്വം നൽകി. സിനിമാ താരങ്ങൾ, എഴുത്തുകാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ പിന്തുണയുമായി രാത്രി നടത്തത്തിനെത്തി. സ്ത്രീകൾക്ക് പൊതു ഇടങ്ങൾ സ്വന്തമാകണമെന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടത്തിയ പരിപാടിക്കിടെയും സ്ത്രീകൾക്ക് നേരെ അതിക്രമമുണ്ടായി. കാസർഗോഡ് രാത്രി നടത്തത്തിനിടെയായിരുന്നു അതിക്രമം. യുവതിയോട് മോശമായി പെരുമാറിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി നടത്തത്തിനായി എത്തിയ അധ്യാപികമാർക്ക് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വെച്ചും മോശം അനുഭവമുണ്ടായി. അധ്യാപികമാർ പരാതി നൽകിയിട്ടുമുണ്ട്. ബൈക്കിൽ വന്ന് കയറിയിരുന്നിട്ട് ഇപ്പം എന്താ ഈ നേരത്തെ ഇവിടെ നിൽക്കണത്, വണ്ടി ബസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞങ്ങൾ മെയിൻ ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അതേപോലെ അടുത്ത് വന്നിട്ട് ബസ്സൊന്നും ഇല്ലല്ലോ, കൂടെ പോരുന്നോ എന്നുള്ള രീതിയിലാണ്. കൊച്ചിയിലും സ്ത്രീകളുടെ പരാതിയെ തുടർന്ന് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്യാമ്പയിനിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പോലീസിന്റെ രഹസ്യ നിരീക്ഷണത്തോടെ കൂടുതൽ രാത്രി നടത്തങ്ങൾ സംഘടിപ്പിക്കാനാണ് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ തീരുമാനം. പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധം തുടരുകയാണ് രാജ്യമെങ്ങും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായി കണ്ണൂരിൽ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് വേദിയിലുണ്ടായ പ്രതിഷേധമാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന വാർത്തയായത്. പ്രതിഷേധങ്ങളോട് സന്ധിയില്ലെന്ന് കട്ടായം പറയുകയാണ് ഗവർണർ. പ്രതിഷേധങ്ങൾ ഒരു തരത്തിലും കാര്യമാക്കുന്നില്ലെന്ന് ഗവർണർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. But a law which has been passed by Parliament, it is my duty to defend it and I shall defend it. I, as representative of the President, what was my duty? My duty is, what is the oath I have taken? My duty is to protect, preserve and defend the Constitution and the law. I am not concerned with the political program of a party. ഭരണഘടന സംരക്ഷിക്കേണ്ടത് തന്റെ ബാധ്യതയാണെന്നും അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നുമാണ് ഗവർണറുടെ നിലപാട്. I want to make it clear. Political program, agenda of any political party, I have nothing to do with it. But a law which has been passed by Parliament, it is my duty to defend it and I shall defend it. കണ്ണൂരിലെ പ്രതിഷേധത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രതിഷേധം ഉയർത്തുന്നവരുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. ഇന്നും ഇത് സംബന്ധിച്ച വാർത്തകൾ തന്നെയായിരിക്കും വരും മണിക്കൂറുകളിലും പ്രധാനപ്പെട്ട ഒന്ന്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് സമസ്തയുടെ താക്കീത്. മുസ്ലിം സ്ത്രീകളുടെ പ്രതിഷേധം പരിധിവിടുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് സമസ്ത നേതാക്കൾ പറഞ്ഞു. മുസ്ലിം സ്ത്രീകൾ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും ബന്ധപ്പെട്ട സംഘടനകൾ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വ്യതിചലിക്കരുതെന്നും സമസ്ത ആവശ്യപ്പെട്ടു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പരസ്യ പ്രതിഷേധങ്ങൾക്കിറങ്ങുന്ന മുസ്ലിം സ്ത്രീകൾ പരിധി വിടരുതെന്നാണ് EK വിഭാഗം സംസ്ഥയുടെ മുന്നറിയിപ്പ്. EK വിഭാഗം സംസ്ഥയുടെ 9 നേതാക്കളുടെ പേരിലിറങ്ങിയ പ്രസ്താവനയിലാണ് സമരത്തിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങുന്നതും അറസ്റ്റിനും മറ്റും ഇടവരുത്തുന്ന വിധം പരിധി വിടുന്നതും ഇസ്ലാമിക വിരുദ്ധമാണെന്ന് കുറിപ്പിൽ പറയുന്നു. വ്യാഴാഴ്ച ആകാശവാണി നിലയം വനിതാ ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചതും അറസ്റ്റ് വരിച്ചതുമാണ് പെട്ടെന്നുള്ള പരസ്യ പ്രസ്താവനയുടെ കാരണം. വനിതാ ലീഗ് പ്രവർത്തകർ അറസ്റ്റ് വരിക്കുന്നതുവരെ കാര്യങ്ങളെത്തിയ സാഹചര്യത്തിലാണ് സമസ്തയുടെ ഇടപെടലെന്നും അനിസ്ലാമികമായ രീതികളിലേക്ക് മുസ്ലിം സ്ത്രീകളുടെ പ്രതിഷേധം മാറുന്നത് ശരിയല്ലെന്നും സമസ്ത നേതാവ് നാസർ ഫൈസി
ഫൈസി കൂടത്തായി പറഞ്ഞു. സമരങ്ങളിലേക്ക് സ്ത്രീകളുടെ അമിതപ്രവേശനം ഉണ്ടാവുന്നത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സമസ്ത ആഗ്രഹിക്കുന്നില്ലെന്നും നാസർ ഫൈസി പറഞ്ഞു. വനിതാ ലീഗിന്റെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി അവസാന നിമിഷം പരിപാടിയിൽ നിന്ന് പിന്മാറിയത് സമസ്തയുടെ എതിർപ്പ് ഭയന്നാണെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അന്ന് ജില്ലയിലുണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടി എം പി പരിപാടിയിൽ പങ്കെടുക്കാതെ ലീഗ് ഹൌസിൽ വാർത്താസമ്മേളനം വിളിക്കുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. സ്വന്തം നിലനിൽപ്പിനെ ചൊല്ലി ആശങ്കയോടെ കഴിയുകയാണ് മരട് നിവാസികൾ. ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള ദിവസങ്ങൾ അടുക്കുംതോറും ഇവരുടെ ആവശ്യങ്ങളിൽ തീരുമാനമെന്തെന്ന ചോദ്യം കേരളവും ഉയർത്തുന്നു. ഒരു നിയമവും ലംഘിക്കാതെ വീട് പണിതവരെ സർക്കാർ അവഗണിക്കുകയാണെന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. മരടിൽ നിന്ന് ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിവാദമായ മരട് ഫ്ളാറ്റുകളിൽ ഒന്നിന്റെ പോലും നിർമ്മാണത്തിലോ മറ്റു കാര്യങ്ങളിലോ നാട്ടുകാരെന്ന നിലയിൽ തങ്ങൾ ഒരിടപെടലും നടത്തുകയോ അനർഹമായി ഒന്നും കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ലെന്ന് സമീപവാസികൾ പറയുന്നു. ഫ്ളാറ്റ് വാങ്ങിയവർക്ക് നഷ്ടപരിഹാരം നൽകിയത് നല്ല കാര്യമാണ്. എന്നാൽ പൊളിക്കുന്നതിന്റെ മുഴുവൻ ദുരിതവും പ്രത്യാഘാതവും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പരിസരവാസികളാണ്. തങ്ങളുടെ വീട് വരെ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലും ആരും ഒരിടപെടലും നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. എത്ര നാൾ മാറി നിൽക്കണമെന്ന് പോലും അധികൃതർ പറയുന്നില്ല. ഇത് നമ്മളാണ് ഇതിനു വേണ്ടി ഇപ്പോൾ കഷ്ടപ്പെടുന്നത്. ഒന്നിനൊരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കണോ? എത്ര ദിവസം മാറി നിൽക്കണം? ഇത്ര ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു വരണം. വീട്ടിൽ കുട്ടികളുണ്ടോ? പ്രായമായ ആൾക്കാരുണ്ടോ? അസുഖബാധിതമായിട്ടുള്ള ആൾക്കാരുണ്ടോ? അവരെന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പരസ്പരം സംസാരിക്കുന്നതല്ലാണ്ട് നമുക്ക് ഇവരുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ നഗരസഭയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി വന്ന് നമ്മളോട് ഇതുവരെ ഈ നിമിഷം വരെ വന്ന് സംസാരിച്ചിട്ടില്ല. തകർക്കുമ്പോഴുള്ള അവശിഷ്ടങ്ങൾ ശേഖരിക്കാൻ ഫ്ളാറ്റുകൾക്ക് ചുറ്റും ആഴത്തിൽ കുഴികളെടുക്കാനുള്ള നിർദ്ദേശവും പരിഗണനയിലുണ്ട്. ഫ്ളാറ്റുകൾ പൊളിക്കാൻ ചുമതലപ്പെടുത്തിയ സബ് കളക്ടർ സ്നേഹിൽ കുമാർ നാട്ടുകാരുമായി ആശയവിനിമയത്തിന് പോലും തയ്യാറാകുന്നില്ലെന്ന പരാതിയുമുണ്ട്. മരടിൽ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകുമ്പോഴും സമീപവാസികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നത് സംബന്ധിച്ച് നേരിട്ടൊരു ചർച്ചയ്ക്ക് ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. ഇത് തന്നെയാണ് ഇവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതും. മരടിൽ നിന്ന് ക്യാമറമാൻ കണ്ണനൊപ്പം ഡാനിപ്പോൾ, ന്യൂസ് 18. അതേസമയം മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനുള്ള സ്ഫോടക വസ്തുക്കൾ ഇന്ന് എറണാകുളത്തെത്തിക്കും. അങ്കമാലിക്കടുത്തുള്ള ചുള്ളിയിലെ സംഭരണശാലയിലാകും ഇവ സൂക്ഷിക്കുക. മരടിലെ ഫ്ളാറ്റുകൾ ജനുവരി 11, 12 തീയതികളിലാണ് പൊളിക്കുന്നത്. ഇതിനായുള്ള സ്ഫോടന വസ്തുക്കൾ നാഗ്പൂരിൽ നിന്ന് പാലക്കാട് എത്തിച്ചിരുന്നു. ഇവിടെ നിന്നാണ് എറണാകുളത്തേക്ക് കൊണ്ടുവരിക. അങ്കമാലിയിലെ മഞ്ഞപ്രയ്ക്ക് സമീപമുള്ള ചുള്ളിയിലെ സംഭരണശാലയിലാകും സ്ഫോടന വസ്തുക്കൾ സൂക്ഷിക്കുന്നത്. നിയന്ത്രിത സ്ഫോടനത്തിനു ശേഷം ബാക്കി വരുന്ന വസ്തുക്കൾ മരടിൽ സൂക്ഷിക്കില്ല. അങ്കമാലിയിലെ സംഭരണ കേന്ദ്രത്തിലേക്ക് തന്നെ മാറ്റും. മരടിലെ 4 ഫ്ളാറ്റുകളിലെ 5 ടവറുകളാണ് പൊളിക്കുന്നത്. ഇതിനായി 1600 കിലോഗ്രാം സ്ഫോടന വസ്തുക്കളാണ് എത്തിക്കുന്നത്. മരടിലെ ഫ്ളാറ്റുകളിൽ സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കുന്നതിനുള്ള ദ്വാരങ്ങൾ ഇടുന്നത് ചൊവ്വാഴ്ചയോടെ പൂർത്തിയാകും. ജനുവരി 3 മുതൽ ഈ ദ്വാരങ്ങളിൽ സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കും. ഫ്ളാറ്റുകളിലെ അവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലിയും പുരോഗമിക്കുകയാണ്. ആൽഫ സെറീനയിലെ ജോലികളാണ് പ്രധാനമായും ബാക്കിയുള്ളത്. ഇവിടേക്കുള്ള റോഡിന്റെ വീതി കുറവാണെന്നതാണ് അവശിഷ്ടങ്ങൾ നീക്കുന്നതിന് തടസ്സം. ന്യൂസ് 18 കൊച്ചി. തീർത്ഥാടന നിറവിലാണ് ശിവഗിരി. 87ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു രാവിലെ 10 മണിക്ക് തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധ്യക്ഷനാകും. നാളത്തെ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി RK സിംഗും ഉദ്ഘാടനം ചെയ്യും. തീർത്ഥാടകർക്കായി KSRTCയും റെയിൽവേയും പ്രത്യേക സർവീസുകൾ നടത്തും. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷയാണ് ശിവഗിരിയിൽ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്തെത്തുന്ന ഉപരാഷ്ട്രപതി വൈകിട്ട് 5:30 പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് മടങ്ങും. ഇനി ശബരിമല 3 ദിവസത്തിനു ശേഷം ശബരിമല സന്നിധാനം ഇന്ന് വീണ്ടും സജീവമാകും. മണ്ഡലപൂജയ്ക്ക് ശേഷം അടച്ച നട ഇന്ന് മകരവിളക്ക് മഹോത്സവത്തിനായി തുറക്കും. വൈകിട്ട് 5:30 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ഇന്ന് മറ്റു പൂജകളൊന്നുമില്ല. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം മാത്രമേ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ മല ചവിട്ടാൻ അനുവദിക്കൂ. മകരവിളക്കിനോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഉത്തരേന്ത്യയെ വിറപ്പിക്കുകയാണ് കൊടും തണുപ്പ്. ടൂറിസം സീസണായതോടെ വലിയ പ്രതീക്ഷയിലാണ് മൂന്നാറും. വാർത്തകളിലേക്ക് വരാം. ഇതിനോട് വിട പറയാൻ 2 നാൾ മാത്രം.
പ്ലാസ്റ്റിക് നിരോധനത്തിലേക്ക് ഇനി 2 ദിവസത്തിന്റെ അകലം മാത്രം. പ്ലാസ്റ്റിക് ഒഴിവാക്കുമ്പോൾ എന്താണ് ബദലെന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. ബദലൊരുക്കാതെ എങ്ങനെ നിരോധനം നടപ്പാക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിഴ ഈടാക്കിയാൽ കടയടച്ചിടുമെന്ന ഭീഷണിയുമായി വ്യാപാരികളും രംഗത്തുണ്ട്. എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഒരു ബദലിനുള്ള ഒരുക്കത്തിലാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലെ ജീവനക്കാർ. പഴയ ടീഷർട്ടുകൾ കൊണ്ട് സഞ്ചി നിർമ്മിക്കുകയാണിവർ. കൊച്ചി പോർട്ട് ട്രസ്റ്റ് ജീവനക്കാർ 1 മാസമായി ഉപയോഗിക്കുന്നത് തുണി ബാഗുകളാണ്. പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും പോർട്ട് ട്രസ്റ്റിൽ നിന്ന് പുറന്തള്ളുകയാണ് ജീവനക്കാരുടെ ലക്ഷ്യം. പഴയ ടീഷർട്ട് വെട്ടി ബാഗ് നിർമ്മിക്കുന്നതിലൂടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എല്ലാവരും ഒഴിവാക്കുന്നു. പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ KM ബീനയുടെ നേതൃത്വത്തിലാണ് ജീവനക്കാർക്ക് ബാഗ് നിർമ്മാണത്തിന് പരിശീലനം നൽകുന്നത്. ഈ ഒരു നല്ല ഒരു ഉദ്യമത്തിൽ കൊച്ചിൻ പോർട്ടിന് ഒരു നേതൃത്വം കാണിക്കാൻ പറ്റി. നമ്മളുടെ ഈ നേതൃത്വം നാളെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വീകരിക്കും. ഇത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, നമ്മൾ ഇന്റേണലൈസ് ചെയ്യണം, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് കൊണ്ടുവരണം. സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും തുണി ബാഗ് എന്ന ആശയം എത്തിക്കാൻ ശ്രമിക്കുകയാണ് ജീവനക്കാർ. ആവശ്യക്കാർക്ക് പോർട്ട് ട്രസ്റ്റിൽ നിന്ന് തന്നെ തുണി ബാഗുകൾ വാങ്ങാം. ന്യൂസ് 18 കൊച്ചി. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ വലിയ പങ്കും ഇത്തരമൊരു തണുപ്പുകാലം അനുഭവിച്ചിട്ടുണ്ടാകില്ല. നൂറ്റാണ്ടിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ തണുപ്പുകാലത്തിലൂടെയാണ് ഇവിടങ്ങൾ കടന്നുപോകുന്നത്. ഡൽഹിയിലെ സ്ഥിതി അതിതീവ്രമാണ്. രാജ്യതലസ്ഥാനത്ത് ഡിസംബർ 14 തുടങ്ങിയ അതിശൈത്യം 2 ആഴ്ച പിന്നിട്ടിട്ടും കുറഞ്ഞിട്ടില്ല. ജനുവരി 3 വരെ താപനില താഴ്ന്ന നിലയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അതിതീവ്ര ശൈത്യത്തെ തുടർന്ന് ഡൽഹിയിൽ റെഡ് വാർണിംഗ് തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഇത്ര വലിയ തണുപ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പം ഡിസംബർ പകുതിയാകുമ്പോൾ തന്നെ നല്ലൊരു കൊടും തണുപ്പിന്റെ ഇതാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഞാൻ മൂന്നാറിൽ നിന്നാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. പക്ഷേ മൂന്നാറിലുള്ള തണുപ്പിനേക്കാളും കൂടുതൽ കടുപ്പം ഇവിടുത്തെ തണുപ്പിനാണ് തോന്നുന്നത്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കാഴ്ചാപരിധി കുറഞ്ഞത് ഗതാഗതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. വിമാന സർവീസുകളും മണിക്കൂറുകളോളം വൈകിയാണ് നടക്കുന്നത്. പഞ്ചാബ്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ സംസ്ഥാനങ്ങളും തണുപ്പിന്റെ പിടിയിലാണ്. हेल्थ प्रॉब्लम तो है ही है, क्योंकि सर्दी के चलते ना कुछ अच्छा है ना खा भी सकते हैं कुछ. अब बहुत ही प्रॉब्लम है. ഡൽഹിയിൽ അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം അപകടകരമായ നിലയിലേക്ക് താഴ്ന്നു. വായു നിലവാര സൂചിക 400-ന് മുകളിലാണ്. ശ്വസനയോഗ്യമായ വായു നിലവാരം 200 വരെയാണ്. നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും കൂടിയ തണുപ്പ്, കനത്ത മഞ്ഞുവീഴ്ച. രാജ്യതലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ തണുത്ത് മരവിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ട് സ്കൂട്ടറിൽ ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ച പാർട്ടി പ്രവർത്തകന് 6100 രൂപ പിഴ വിധിച്ച് ഉത്തർപ്രദേശ് പോലീസ്. ശനിയാഴ്ചയാണ് മുൻ IPS ഉദ്യോഗസ്ഥനായ SR ദാരാപുരിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പുറപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ പോലീസ് തടഞ്ഞത്. ഇതോടെ കാറിൽ നിന്നിറങ്ങിയ പ്രിയങ്ക ഗാന്ധി പ്രവർത്തകന്റെ സ്കൂട്ടറിൽ യാത്ര തുടർന്നു. എന്നാൽ ഇതും തടഞ്ഞതോടെ പ്രിയങ്ക നടന്നാണ് SR ദാരാപുരിയുടെ വീട്ടിലെത്തിയത്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് ധീരജ് ഗുജ്റാനാണ് 6100 രൂപ പിഴയായി UP പോലീസ് ചുമത്തിയത്. പ്രിയങ്ക ഗാന്ധിയുമായി പോകുമ്പോൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസിന്റെ നടപടി. ഇനി മറ്റു ചില വാർത്തകൾ കാണാം വേഗത്തിൽ. കുട്ടികളെയും രക്ഷിതാക്കളെയും ദുരിതത്തിലാക്കി യോഗ സംഘടനയുടെ ചാമ്പ്യൻഷിപ്പ്. മൂന്നാറിൽ സംഘടിപ്പിച്ച സ്പോർട്സ് ഒളിമ്പിക്സ് വൈകിയത് മണിക്കൂറുകൾ. പങ്കെടുക്കാനെത്തിയവർ പലരും തളർന്നു. പ്രതിഷേധിച്ചവരെ ശാന്തരാക്കാൻ പോലീസ് ഇടപെടൽ. കാസർഗോഡ് ജില്ലയിൽ തടയണ മഹോത്സവത്തിന് തുടക്കം. ലക്ഷ്യം ജലസംരക്ഷണം ഉറപ്പാക്കൽ. ജനപങ്കാളിത്തത്തോടെ ജില്ലയിലെ മുഴുവൻ നീർച്ചാലിലും തടയണകൾ നിർമ്മിക്കാൻ പദ്ധതി. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ മണ്ണ് ഖനനത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ഉപ്പുംപാടത്ത് സ്വകാര്യ കുളം ആഴം കൂട്ടുന്നതിന് മറവിൽ മണ്ണ് കടത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി CPM-ഉം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാൽ. രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് വിരോധമില്ല, കലാലയങ്ങൾക്കുള്ളിൽ അംഗീകരിക്കില്ല. വിദ്യാർത്ഥികൾ കലാലയങ്ങളിലെത്തുന്നത് പഠിക്കാനാണെന്നും മന്ത്രി രമേശ് പൊഖ്രിയാൽ.
ഓസ്ട്രിയയിലെ ഇന്ത്യൻ സ്ഥാനപതി രേണു പാളിനെ ഇന്ത്യ തിരിച്ചു വിളിച്ചു. നടപടി മാസം 15 ലക്ഷം രൂപ വീട്ടുവാടക ഇനത്തിൽ കൈപ്പറ്റിയതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഓസ്ട്രിയയിൽ കാലാവധി തികയ്ക്കാൻ 1 മാസം മാത്രം ബാക്കിയിരിക്കെയാണ് രേണുവിനെതിരായ നടപടി. ഇരുപത്തിനാല് അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഒരുങ്ങി ഇന്ത്യ. 6 എണ്ണം ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളത്. ലക്ഷ്യം സമുദ്രത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ. നിലവിൽ 15 അന്തർവാഹിനികളാണ് സമുദ്രത്തിലെ ഇന്ത്യൻ സേനാ വിന്യാസത്തിലുള്ളത്. സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യാതെ തന്നെ അപ്രത്യക്ഷമാകുന്ന സംവിധാനം വാട്സാപ്പിലും പുതിയ ബീറ്റ പതിപ്പിക്കൽ സംവിധാനം പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കി. നിലവിൽ ഗ്രൂപ്പുകളിൽ മാത്രമാണ് സംവിധാനം. ഓരോ സന്ദേശങ്ങളും എത്ര സമയം ഗ്രൂപ്പുകളിൽ സജീവമായി നിലനിൽക്കണമെന്ന് അഡ്മിനുകൾക്ക് തീരുമാനിക്കാം. വാഹന വിപണിയിലെ തളർച്ചയെ തുടർന്ന് പ്ലാന്റുകൾക്ക് 3 ദിവസം അവധി. സുന്ദരം ക്ലേറ്റൺ കമ്പനി. വാഹന വിപണിയിലെ സ്പെയർ പാർട്സ് നിർമ്മാതാക്കളാണ് ടിവിഎസിന്റെ സബ്സിഡിയറി കമ്പനിയായ സുന്ദരം ക്ലേറ്റൺ. നേരത്തെ മാരുതിയും ഹീറോയും പ്ലാന്റുകൾക്ക് അവധി നൽകിയിരുന്നു. ഈ സാമ്പത്തിക വർഷം ഇതുവരെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കാറായി മാരുതി സുസുക്കി ഡിസയർ. ഏപ്രിൽ മുതൽ നവംബർ വരെ 1,20,000 കാറുകളാണ് ഇന്ത്യയിൽ വിറ്റത്. കോമ്പാക്ട് സെഡാൻ ശ്രേണിയിൽ നേടിയെടുത്ത സ്വീകാര്യതയാണ് ഡിസയറിന്റെ വിജയത്തിന് പിന്നിലെന്ന് മാരുതി സുസുക്കി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശശാങ്ക് ശ്രീവാസ്തവ. അവധി ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് സന്ദർശകരുടെ തിരക്കേറുന്നു. ഇതോടെ മൂന്നാറിലെ വ്യാപാര മേഖല ഏറെ പ്രതീക്ഷയിലാണ്. അതിശൈത്യം ആരംഭിക്കുന്നതോടെ ഇനിയും തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മൂന്നാറിലെ വിനോദസഞ്ചാര മേഖല. ഇടുക്കിക്കാർക്ക് ഡിസംബർ ജനുവരി മാസങ്ങൾ പ്രതീക്ഷയുടെ സീസണാണ്. പ്രളയത്തിനു ശേഷം ഇത്തവണയാണ് മൂന്നാർ സന്ദർശകരെ കൊണ്ട് നിറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ്, ന്യൂ ഇയർ പ്രമാണിച്ച് മൂന്നാറിലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും അലങ്കരിക്കുന്നതിനോടൊപ്പം സന്ദർശകർക്ക് വിവിധ കലാവിരുന്നും സംഘാടകർ ഒരുക്കുന്നുണ്ട്. സന്ദർശകർ എത്തിത്തുടങ്ങിയതോടെ പ്രളയത്തിൽ തകർന്ന വ്യാപാര മേഖല ഉണരുകയും ചെയ്തു. ഹോട്ടലുകളും റിസോർട്ടുകളും സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു. ജനുവരി മാസം വരെ മുറികൾ ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സന്ദർശകരുടെ തിരക്ക് പ്രതീക്ഷ നൽകുന്നതായി കച്ചവടക്കാർ പറയുന്നു. കഴിഞ്ഞ സീസണെ കഴിഞ്ഞ് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പോട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള പ്രതീക്ഷയിലായിരിക്കും. കമ്പയർ ടു ലാസ്റ്റ് ഒരു 10 വർഷം മുമ്പത്തെ ബിസിനസ് ഇപ്പം ഇല്ല. പിന്നെ ഫ്ലഡ് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 50% ബിസിനസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത്യാവശ്യം കയറി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റോഡ്സ് ഒക്കെ കുറച്ച് ബെറ്റർ ആയതോടുകൂടി ടൂറിസ്റ്റിന്റെ ഫ്ലോ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂന്നാറിൽ വൻ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. വരും നാളുകളിൽ ശൈത്യമെത്തുന്നതോടെ വിദേശികളടക്കമുള്ളവരുടെ കടന്നുവരവ് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 മൂന്നാർ. 6 ദിവസം കടലിൽ, അതിൽ 3 ദിവസം ഭക്ഷണമോ വെള്ളമോ ഉറക്കമോ ഇല്ലാതെ കടലിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന പൊന്നാനിയിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഇത് പുതുജന്മമാണ്. മുജീബും ഹംസയും സുൽഫിക്കറും ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ ആശ്വാസത്തിലാണ്. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ഡിസംബർ 21-നാണ് മുജീബും ഹംസയും സുൽഫിക്കറും പൊന്നാനിയിൽ നിന്നും ഫൈബർ വള്ളത്തിൽ കടലിലേക്ക് പോയത്. സാധാരണ 3-ാം ദിവസം തിരികെ എത്തേണ്ടതാണ്. പക്ഷേ ഇവർ തിരിച്ച് കരതൊട്ടത് 6 ദിവസങ്ങൾ കഴിഞ്ഞാണ്. തിങ്കളാഴ്ച രാത്രിയാണ് കാറ്റിൽ നിയന്ത്രണം നഷ്ടമായി ഇവരുടെ വള്ളം കടലിലൊഴുകിയത്. ഇന്ധനവും തീർന്നതോടെ ഇവർ കടലിൽ കുടുങ്ങിപ്പോയി. ഇടയ്ക്ക് നങ്കൂരമിടാൻ സാധിച്ചതുകൊണ്ട് കൂടുതൽ ദൂരേക്ക് ഒഴുകിയില്ല. കടലിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ പ്രാണൻ കയ്യിൽ പിടിച്ച് ഇവർ പിടിച്ചു നിന്നത് 3 ദിവസമാണ്. ഉറക്കം പോലുമില്ലാത്ത 3 ദിനങ്ങൾ. ഇത് സംഭവിച്ചത് വള്ളത്തിന് നമ്മൾ ഒഴുകിപ്പോയതാണ്. കാറ്റ് ഓവർ വന്നപ്പോൾ ഇത് ഓടാൻ പറ്റാത്ത കണ്ടീഷൻ വന്നു. അങ്ങനെ ഒഴുകിപ്പോയി. ഓടുന്ന ടൈമിൽ നമ്മളെ എണ്ണ സാധനങ്ങളൊക്കെ തീർന്നു. അങ്ങനെ അവിടെ ആങ്കർ വെച്ച് ആങ്കരം ഒരു 3 ദിവസം ഞങ്ങൾ കിടന്നു. ഇടയ്ക്കൊരു കപ്പൽ ഇടിക്കേണ്ടതായിരുന്നു. എങ്ങനെയോ ടോർച്ച് തെളിക്കാൻ കഴിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒച്ചയിട്ടിട്ട് എണീച്ച് നോക്കുമ്പോൾ ഒരു കപ്പലോട് കടലക്കാണ് വരുന്നത്. നമ്മൾ മുട്ടാനാണ് പറഞ്ഞത്. നമ്മൾ മുന്നേ ടോർച്ച് എടുക്കണമെന്ന് പറഞ്ഞു. ടോർച്ച് അടിച്ചാൽ ടോർച്ച് നല്ല ടോർച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. ടോർച്ച് അടിച്ചാൽ കാകണം. ടോർച്ച് അന്നേരം ഒന്ന് കച്ചില്ല. പിന്നെ ടോർച്ചിക്ക് റെഡി അടിച്ച് നോക്കുമ്പോൾ കച്ച്. അപ്പോൾ അവൻ കണ്ടുകൊണ്ട് ഒന്ന് വെട്ടിച്ചവന്. എന്തെങ്കിലും ഇതുപോലെ സംസാരിക്കാൻ നമുക്ക് കഴിയൂല. പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരു സാങ്കേതിക സംവിധാനവും വള്ളത്തിലില്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഒടുവിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ബോട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ. ഒരു മൊബൈലില്ല, GPS ഇല്ല, മറ്റുള്ള വയർലെസ് ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസമാണ് ഇതിങ്ങനെ സംഭവിച്ചത്.
മുനമ്പത്തേക്ക് കൊണ്ടുവന്ന ഇവരെ കഴിഞ്ഞ ദിവസമാണ് പൊന്നാനിയിൽ എത്തിച്ചത്. ഇനിയും കടലിൽ പോകും, ആരോഗ്യം വീണ്ടെടുക്കട്ടെ. ഹംസയും മുജീബും പറഞ്ഞു നിർത്തി. ന്യൂസ് 18 മലപ്പുറം.